1/4 കപ്പ് പരിപ്പ് എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന 2 കപ്പ് കുമ്പളങ്ങ ഇതേപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ട് 1/2 കപ്പ് തേങ്ങാപ്പീരി, 1 നുള്ളു ജീരകം ഇട്ടു, 3 പച്ചമുളക്, കറിവേപ്പില, ഇപ്പം വെള്ളം ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചിടും. വേകാനുള്ള എളുപ്പത്തിന് കുക്കറി വെച്ചെന്നേ ഉള്ളൂ. ചട്ടി വെച്ച് നമുക്ക് വേവിക്കാം. ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഇതേപോലെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ആവി കയറി വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് പൊട്ടിക്കുക. ചുവന്നുള്ളി ഇതേപോലെ വട്ടവരിഞ്ഞ് ഇട്ട് കൊടുക്കുക. 3-4 വറ്റൽ മുളകും ഇതേപോലെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 10-15 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുറക്കാം.